ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൺട്രോൾ ഓർഗനൈസേഷൻ. സോ ഈ കൺട്രോൾ ഓർഗനൈസേഷൻ നമ്മൾ 2 ലെക്ചേഴ്സ് ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ശരിക്കും ഇതിൽ 4 മെത്തേഡുകൾ പഠിക്കാനുണ്ട്. 2 മെത്തേഡുകൾ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ പറയും. അടുത്ത 2 മെത്തേഡുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോൻ്റെ കൂടെ ആയിരിക്കും പറയാം. സോ 2 രീതിയിലുള്ള കൺട്രോൾ ഓർഗനൈസേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഹാർഡ്വയർഡ് കൺട്രോൾ ഓർഗനൈസേഷനും ഒന്ന് മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോൾ ഓർഗനൈസേഷനുമാണ് പഠിക്കാനുള്ളത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നും ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് കൺട്രോൾ ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യാമെന്നും നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഇത്. ഓക്കെ, സോ കൺട്രോൾ ഓർഗനൈസേഷൻ എന്താണ്? കൺട്രോൾ ഓർഗനൈസേഷൻ നമുക്ക് ആദ്യം നോക്കാം. സോ ദ ഡയഗ്രാം ഷോൺ റെപ്രസെൻ്റ് എ കൺട്രോൾ ഓർഗനൈസേഷൻ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം സ്പെസിഫിക്കലി ഫോക്കസിങ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺട്രോൾ ലോജിക് ആൻഡ് ഡാറ്റ പ്രോസസ്സർ. അപ്പോൾ ഒരു കൺട്രോൾ ലോജിക്കും ഒരു ഡാറ്റ പ്രോസസ്സറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് ഒരു കൺട്രോൾ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ കൺട്രോൾ ലോജിക്ക്, എന്താണ് ഡാറ്റ പ്രോസസ്സർ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. വളരെ ക്ലിയർ ആയിട്ട് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു കൺട്രോൾ ലോജിക്കും ഒരു ഡാറ്റ പ്രോസസ്സറും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ നമുക്കിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഒരു കൺട്രോൾ ലോജിക് എന്ന് നോക്കാം. സോ ദ കൺട്രോൾ ലോജിക് യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദി ഫ്ലോ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിനുള്ളിലെ ഓപ്പറേഷൻ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നൊരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ലോജിക്. ഇറ്റ് റിസീവ്സ് എക്സ്റ്റേണൽ ഇൻപുട്ട് വിച്ച് ക്യാൻ ബി ഇൻസ്ട്രക്ഷൻസ് ഓർ കൺട്രോൾ സിഗ്നൽ ദാറ്റ് ഡയറക്റ്റ് ടു ദി സിസ്റ്റം ബിഹേവിയർ. ഇപ്പോൾ കൺട്രോൾ ലോജിക്കിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. ദ കൺട്രോൾ ലോജിക് ദെൻ ഇനീഷ്യേറ്റ്സ് മൈക്രോ ഓപ്പറേഷൻസ് വിച്ച് ആർ ദി ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ഓഫ് ദി സിസ്റ്റം നീഡ് ടു എക്സിക്യൂട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഈ മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ശരിക്കും ആരാണ്? ഒരു കൺട്രോൾ ലോജിക്കാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡാറ്റ പ്രോസസ്സറിലേക്കാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഡാറ്റ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സിക്യൂട്ട് ദി മൈക്രോ ഓപ്പറേഷൻസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദി കൺട്രോൾ ലോജിക്. അപ്പോൾ കൺട്രോൾ ലോജിക്ക് ഒരു മൈക്രോ ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്തല്ലോ. അപ്പോൾ എന്താണ് ഈ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കിപ്പോൾ ആഡ് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്യണോ, മൂവ് ചെയ്യിക്കണോ, റൊട്ടേറ്റ് ചെയ്യിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഓപ്പറേഷൻസ് ആണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ലോജിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സേഴ്സുമാണ്. ഓക്കെ, ഇറ്റ് റിസീവ്സ് ദി ഇൻപുട്ട് ഡാറ്റ ദാറ്റ് ഈസ് പ്രോസസ്ഡ് അക്കോർഡിംഗ് ടു ദി ഓപ്പറേഷൻ സ്പെസിഫൈഡ് ബൈ ദി കൺട്രോൾ യൂണിറ്റ്. വൺസ് ദ പ്രോസസ്സിംഗ് ഈസ് കംപ്ലീറ്റ്, ദ ഡാറ്റ പ്രോസസ്സർ ജനറേറ്റ് ദി ഔട്ട്പുട്ട് ഡാറ്റ വിച്ച് കുഡ് ബി the result or data sent to an output device or another part of the system. അപ്പോൾ എന്താണ് ഡാറ്റ പ്രോസസ്സർ ചെയ്യുന്നത്? അതായത് കൺട്രോൾ ലോജിക് ഇനീഷ്യേറ്റീവ്സ് മൈക്രോ ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ആ മൈക്രോ ഓപ്പറേഷൻസിനെ സെറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഡാറ്റ പ്രോസസ്സർ. നിങ്ങൾക്കിത് വളരെ ബ്രീഫായിട്ട് നമ്മൾ പറയുമ്പോൾ, ഇതിൻ്റെ മെത്തേഡ്സ് ഒക്കെ പറയുമ്പോൾ എന്താണ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രോസസ്സറിൻ്റെയും അതുപോലെ തന്നെ കൺട്രോൾ ലോജിക്കിൻ്റെയും ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഇതിൽ മൈക്രോ ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈക്രോ ഓപ്പറേഷൻസ് നമ്മളിവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓപ്പറേഷൻ സച്ച് ആസ് ട്രാൻസ്ഫറിങ് ഡാറ്റ ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്, പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓർ അതർ സിമ്പിൾ ടാസ്ക്. അപ്പോൾ ഈ എല്ലാ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പാർട്ടിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദീസ് മൈക്രോ ഓപ്പറേഷൻസ് ആർ ഇനീഷ്യേറ്റഡ് ബൈ ദി കൺട്രോൾ ലോജിക് ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട് ആൻഡ് സ്റ്റാറ്റസ് കണ്ടീഷൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുക്കുന്നത് കൺട്രോൾ ലോജിക്കിലേക്കും നോർമൽ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സറിലേക്കുമാണ്. ആ 2 ഡാറ്റ അനുസരിച്ച് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അതിനനുസരിച്ച് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ഈ ഔട്ട്പുട്ട് കിട്ടുക മാത്രമല്ല, നമ്മൾ ഈ ഔട്ട്പുട്ടിനെ തിരിച്ച് അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സറിനെ തിരിച്ച് നമ്മൾ കൺട്രോൾ ലോജിക്കിലേക്ക് ഇൻ്റർ കണക്ട് ചെയ്യുന്നുണ്ട്.
നമുക്കിതുവഴി നമുക്ക് സ്റ്റാറ്റസ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. എന്താണ് സ്റ്റാറ്റസ് കണ്ടീഷൻസ്? നമ്മളിപ്പോൾ പെർഫോം ചെയ്ത ഓപ്പറേഷൻ അതിൽ അഡീഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിൽ ക്യാരി ഉണ്ടോ, ഓവർഫ്ലോ ഉണ്ടോ, അതിൻ്റെ വാല്യൂ എന്താണ്, സൈൻ എന്താണ്, അതുപോലെ തന്നെ എത്ര സീറോസ് ഉണ്ട്, എത്ര ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ സ്റ്റാറ്റസ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ദ സ്റ്റാറ്റസ് കണ്ടീഷൻസ് ആർ ദി ഫീഡ്ബാക്ക് സിഗ്നൽ ദാറ്റ് പ്രൊവൈഡ് ദ കൺട്രോൾ ലോജിക് with information about the current state of the data processor or other system components, such as flag or condition that inform whether a process was successful or there were an error. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റസ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മൈക്രോ ഓപ്പറേഷൻസ് സക്സസ് ആണോ ഫെയിലിയർ ആണോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്റ്റ് ഡാറ്റയാണോ ഒരു ഇൻഡയറക്റ്റ് ഡാറ്റയാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റാറ്റസ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കൺട്രോൾ ഓർഗനൈസേഷൻസിനെ പറ്റി ജനറലായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, എന്തിന് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഔട്ട്പുട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റസ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ കൺട്രോൾ ഓർഗനൈസേഷനിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മെത്തഡോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺട്രോൾ ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഈ 4 മെത്തഡോളജിയുടെ ബേസിൽ നമുക്ക് 2 മെത്തഡോളജിയാണ് വളരെ ബ്രീഫായിട്ട് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹാർഡ് വയർഡും ഒന്ന് മൈക്രോ പ്രോഗ്രാമും. ഇത് രണ്ടും 14 മാർക്കിൻ്റെ സിംഗിൾ എസ്സേ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഏതൊക്കെ മെത്തഡോളജിയിൽ നമുക്ക് കൺട്രോൾ ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യാം എന്ന് നോക്കാം. 4 മെത്തഡോളജിയാണ് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഈ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദിസ് മെത്തേഡ് യൂസസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ ഈച്ച് സ്റ്റേറ്റ് ഇൻ ദി കൺട്രോൾ യൂണിറ്റ് ടു റെപ്രസെൻറ്റ് എ സ്പെസിഫിക് സ്റ്റേറ്റ് ഇൻ ദി എക്സിക്യൂഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതുപോലത്തെ കൺട്രോൾ ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിച്ചിട്ടുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയാം. അടുത്താണ് സീക്വൻസ് ജനറേറ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. This method involves using sequence register to store the current state and decoder to generate the control signals. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നൊരു സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യും, അല്ലെ, നമ്മുടെ കറണ്ട് സ്റ്റേറ്റുകൾ ചെക്ക് ചെയ്യാൻ നമ്മൾ സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാൻ ഒരു ഡീകോഡറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ സീക്വൻസ് ജനറേറ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ് എന്ന് പറയാം. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പർ മെത്തേഡ്, എന്താണ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് PLA. PLA ഓൾറെഡി നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. പ്രോഗ്രാമബിൾ ലോജിക് അറേയാണ് PLA എന്ന് പറയുന്നത്. PLA യൂസ് ചെയ്തിട്ടും നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാം. സോ PLA കൺട്രോൾ യൂസസ് പ്രോഗ്രാമബിൾ ലോജിക് അറേ ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ based on the input conditions. PLAs are used to implement combinational logic which can be control the system based on different condition. അപ്പോൾ PLA അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് അറേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് PLA കൺട്രോൾ എന്ന് പറയാം, അല്ലേ. ലാസ്റ്റ് മെത്തേഡാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മെത്തേഡ് കൺട്രോൾ ലോജിക് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് that are stored in the control memory. Each micro instructions control specific hardware operations. അപ്പോൾ നമ്മൾ ഓൾറെഡി മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മൈക്രോ ഓപ്പറേഷൻസ് ആണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനുള്ള കീ കോമ്പണൻസ് എങ്കിൽ അത് നമുക്ക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസിക് ലോജിക്ക് നോക്കാം. അപ്പോൾ 4 രീതിയിൽ നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാം. ഒന്ന് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ മെത്തേഡ്, ഒന്ന് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, ഒന്ന് PLA കൺട്രോൾ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് അറേ, ഒരു മെത്തേഡിൻ്റെ പേരാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. അപ്പോൾ ഓരോ മെത്തേഡും 1 by 1 ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. അപ്പം എന്താണ് ഈ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഞാൻ ജനറലി യൂസ് ചെയ്യുന്നത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3, ഫ്ലിപ്പ് ഫ്ലോപ്പ് 4. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ടുകൾ നമുക്ക് സാധാരണ റെപ്രസെൻ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ ഇൻപുട്ട് ഡി ആണ്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഞാൻ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ യൂസ് ചെയ്യും. ഈ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 4 ഔട്ട്പുട്ടുകൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? സോ ഇത് എൻ്റെ ഫസ്റ്റ് കൺട്രോൾ ഔട്ട്പുട്ട്, ഇതെൻ്റെ സെക്കൻഡ് കൺട്രോൾ ഔട്ട്പുട്ട്, ഇതെൻ്റെ തേർഡ് കൺട്രോൾ ഔട്ട്പുട്ട്, ഇതെൻ്റെ ഫോർത്ത് കൺട്രോൾ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? T0, T1, T2, T3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ കൺട്രോൾ ഔട്ട്പുട്ടുകൾ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോമൺ ആയിട്ടൊരു ക്ലോക്ക് സിഗ്നൽ കൊടുക്കണം. അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണം. സോ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നൽസാണ്. ഈ കോമൺ ആയിട്ടുള്ള ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണ് ഇത് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ഇൻപുട്ടുകളുണ്ട് അല്ലേ? ഇൻപുട്ടുകൾ നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത് ഒരു അതർ ഡിവൈസിൽ നിന്നാണ് നമ്മൾ ഇതിലേക്കുള്ള ഇൻപുട്ടുകൾ സെറ്റ് ചെയ്യുന്നത്. അതർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഈ ഒരു കൺട്രോൾ ലോജിക്കിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ഡിവൈസാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ടൊക്കെ കൊടുക്കുന്ന ഇതുപോലത്തെ ഒരു ഡിസിഷൻ ഡിവൈസിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകളുണ്ടെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ശരിക്കും നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നത്. എല്ലാവരും കണ്ടോ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ഡിസിഷൻ ഡിവൈസിൽ നിന്നാണ് അല്ലേ? ഓക്കെ, പിന്നെ ഈ എക്സ്റ്റേണൽ ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് കിട്ടുക. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് ആക്ച്വലി സ്റ്റാറ്റസ് അറിയണം അല്ലേ? എന്താണ് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് തിരിച്ച് നമ്മൾ ഡിസിഷൻ ഡിവൈസിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യും, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു മെത്തഡോളജി പറയാൻ പറ്റുമെങ്കിൽ ഇതിനെന്ത് പറയാം? 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയാം അല്ലേ? ഓരോ കൺട്രോൾ സ്റ്റേറ്റുകൾ ജനറേറ്റ് ചെയ്യാനും നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെന്ത് പറയാം? ഫസ്റ്റ് മെത്തേഡായിട്ട് പറയാം. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് യൂസസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ ഈച്ച് സ്റ്റേറ്റ് ഇൻ ദി കൺട്രോൾ യൂണിറ്റ് ടു റെപ്രസെൻറ്റ് എ സ്പെസിഫിക് സ്റ്റേറ്റ് ഇൻ ദി എക്സിക്യൂഷൻ പ്രോസസ്സ്. സോ എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രിഫർ ചെയ്യാനുള്ള കാരണം? നമ്മൾ കൊടുക്കുന്ന അതേ ഇൻപുട്ടായിരിക്കണം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഡീൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്യൂ 0 ആയിരിക്കും, ഡീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ക്യൂ 1 ആയിരിക്കും. ഇങ്ങനൊരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ദി സിസ്റ്റം റെപ്രസെൻറ്റ് എ ബൈനറി സ്റ്റേറ്റ് ആൻഡ് ദ ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദീസ് സ്റ്റേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ clock pulses or external signals. The control logic changes the state of the flip-flop, effectively controlling the operation of the system. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. സോ ഇതിൻ്റെ ഈ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദിസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ദി കൺട്രോൾ ഓർഗനൈസേഷൻ സിസ്റ്റം ദാറ്റ് യൂസസ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് ടു മാനേജ് ദി സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഓഫ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്ട് ആൻഡ് ഡിസിഷൻ ലോജിക്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആർ പ്രൊവൈഡഡ് ഫ്രം ദി ഡിസിഷൻ ലോജിക്ക്. ഡിസിഷൻ ലോജിക്കിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കണ്ടീഷൻസ് ആദ്യം ഇനീഷ്യലി കൊടുക്കും. ഇതാണല്ലോ ഇതിൻ്റെ ബേസിക് പ്രോസസ്സ്. സോ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആർ പ്രൊവൈഡഡ് ടു ദി ഡിസിഷൻ ലോജിക്. ഡിസിഷൻ ഡിവൈസിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട്സ് കൊടുക്കും. ദ ഡിസിഷൻ ലോജിക് പ്രോസസ്സസ് ദീസ് ഇൻപുട്ട് ആൻഡ് ജനറേറ്റ് അപ്രോപ്രിയേറ്റ് സിഗ്നൽ ദറ്റ് കൺട്രോൾ സിസ്റ്റം സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഓഫ് ദി സിസ്റ്റം. ഇതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമ്മൾ ഡിസിഷൻ ഡിവൈസസ് ജനറേറ്റ് ചെയ്യും അല്ലേ? സോ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് T0, T1, T2, T3 സ്റ്റോർ ദീസ് സ്റ്റേറ്റ്സ് അപ്ഡേറ്റിംഗ് ദെയർ വാല്യൂസ് വിത്ത് ക്ലോക്ക് പൾസ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് പൾസിനനുസരിച്ചാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ഈ ഔട്ട്പുട്ടുകൾ നമുക്ക് T0, T1, T2, T3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
The states of the flip-flop corresponding to specific control outputs which are used to trigger the next operations of the system. Okay, based on the output of the flip-flop, the system decide the next action or operation to perform, creating a dynamic feedback loop. ഇതാണ് ശരിക്കും അപ്പോൾ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യാനാണ് നമ്മളോടൊരു ഡൈനാമിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ലൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൺട്രോൾ സിഗ്നൽസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട്, എങ്ങനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ മൈക്രോ ഓപ്പറേഷൻസിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഒരു കേസ് നമ്മൾ പറഞ്ഞു, അല്ല എങ്ങനെയാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കും നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ്. വളരെ സിമ്പിളായിരിക്കും ഇതിൻ്റെ സർക്യൂട്ട്. ദിസ് മെത്തേഡ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ടു ഇംപ്ലിമെൻറ്റ് സിൻസ് ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. രണ്ടാമത്തെയാണ് ക്ലിയർ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഓഫർ എ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ വേ ടു റെപ്രസെൻറ്റ് ദ സിസ്റ്റം സ്റ്റേറ്റ്സ് ആൻഡ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടായിരിക്കും, വളരെ ക്ലിയർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇതാണ് ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. എന്താണ് സ്കെയിലബിലിറ്റി? ആസ് ദ സിസ്റ്റം ഗ്രോസ് ഇൻ കോംപ്ലക്സിറ്റി ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നീഡഡ് ടു ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി. ഫോർ ലാർജ് സിസ്റ്റംസ് വിത്ത് മെനി സ്റ്റേറ്റ്സ് ദിസ് ക്യാൻ ബിക്കം ഇൻഎഫിഷ്യൻ ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. ഇപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ യൂസ് ചെയ്യുന്ന നമ്മൾ വരച്ചിരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചും കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് സ്കെയിലബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ദിസ് ഈസ് നോട്ട് വെരി ഫ്ലെക്സിബിൾ വെൻ ഡീലിംഗ് വിത്ത് ലാർജ് സ്കെയിൽ സിസ്റ്റംസ് ബിക്കോസ് ആഡിങ് മോർ സ്റ്റേറ്റ് റിക്വയർ ആഡിങ് മോർ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിച്ച് മേക്ക് ദി സിസ്റ്റം ലെസ് അഡാപ്റ്റബിൾ ടു ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ മെത്തേഡിനെ നമുക്ക് നോർമലി എന്ത് പറയാം? 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായോ? ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സീക്വൻസ് ജനറേറ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡാണ്. എന്താണ് സീക്വൻസ് ജനറേറ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ 2 പാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സീക്വൻസ് ജനറേറ്ററും അതുപോലെ തന്നെ ഒരു ഡീകോഡറും. ആക്ച്വലി ഡീകോഡറാണ് ഇവിടെ കൺട്രോൾ സ്റ്റേറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ സീക്വൻസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ് യൂസിങ് എ സീക്വൻസ് രജിസ്റ്റർ ടു സ്റ്റോർ ദി കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഡീകോഡർ ടു ജനറേറ്റ് ദി കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഡീകോഡർ യൂസ് ചെയ്യുന്നത് കൺട്രോൾ സിഗ്നൽസിൻ്റെ ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീക്വൻസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ്? കറണ്ട് സ്റ്റേറ്റിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദ സീക്വൻസ് രജിസ്റ്റർ സ്റ്റോർ ദി ബൈനറി കോഡ് ദാറ്റ് റെപ്രസെൻറ്റ് ദി കറണ്ട് സ്റ്റേറ്റ്. നമ്മുടെ കറണ്ട് സ്റ്റേറ്റിലുള്ള ബൈനറി കോഡ് എന്താണോ അതിനെയായിരിക്കും ശരിക്കും സീക്വൻസ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. ദ ഡീകോഡർ ഇൻ്റർപ്രിറ്റ്സ് ദിസ് ബൈനറി കോഡ് ആൻഡ് ജനറേറ്റ് ദി അപ്രോപ്രിയേറ്റ് കൺട്രോൾ സിഗ്നൽ. ഈ സ്പെസിഫിക് ആയിട്ട് സീക്വൻസ് രജിസ്റ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൺട്രോൾ വേർഡിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഡീകോഡറിന് ഉണ്ടാവുക. ഓക്കെ, സോ ആസ് ദ സിസ്റ്റം മൂവ്സ് ഫ്രം one state to the next, the sequence generator updated and the decoder produces the corresponding control signals. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ഫൈനലി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം നമ്മൾ ഫൈനലി യൂസ് ചെയ്യുന്നത് ഒരു ഡീകോഡർ ആയിരിക്കും. നമ്മൾ ഫൈനലി യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഡീകോഡർ ആയിരിക്കും. അപ്പോൾ ഡീകോഡർ നമുക്ക് ആദ്യം വരയ്ക്കാം. ഇതൊരു ഡീകോഡറാണ്. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള ഡീകോഡറാണ്. ഈ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വരച്ച കേസിൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് ആയിരുന്നല്ലോ നമ്മുടെ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് T0, T1, T2, T3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ വരച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഒരു സീക്വൻസ് ജനറേറ്റർ വരച്ചിട്ടുണ്ട്. ഇതൊരു സീക്വൻസ് രജിസ്റ്ററാണ്.
ഈ സീക്വൻസ് രജിസ്റ്ററാണ് നമ്മൾ ശരിക്കും നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനെ സ്റ്റോർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ സാധാരണ ഡീകോഡറിലേക്ക് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നേരത്തെ ഒരു ഒറ്റ ഫ്ലിപ്പ് ഫ്ലോപ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ. ഇവിടെ 2 ടേംസ് യൂസ് ചെയ്യും, ഒന്ന് ഒരു സീക്വൻസ് രജിസ്റ്ററും ഒന്നൊരു ഡീകോഡറും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ലോജിക് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡിസിഷൻ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിസിഷൻ ലോജിക്കിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സീക്വൻസ് രജിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യും അല്ലേ. ഓക്കെ, ഈ ഡിസിഷൻ ലോജിക്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസ് രജിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇനീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫൈനലി കൺട്രോൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഡീകോഡർ ആയിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ 1 ഫ്ലിപ്പ് ഫ്ലോപ്പർ മെത്തേഡ് പഠിച്ച പോലെ തന്നെ ഇവിടെയും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡീകോഡറിനെ നമ്മൾ കറൻ്റ്ലി എങ്ങോട്ട് കണക്ട് ചെയ്യും, തിരിച്ച് ഡിസിഷൻ ലോജിക്കിലേക്ക് ഞാൻ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യും. കാരണം ഇവിടെ നമുക്ക് സ്റ്റാറ്റസുകൾ അറിയാനാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ ഇതുപോലെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദി റോൾ ഓഫ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് വാട്ട് ഈസ് ദി റോൾ ഓഫ് ഡീകോഡർ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫിഗർ. എല്ലാവരും കണ്ടോ, നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് കൊടുക്കും ഡിസിഷൻ ലോജിക്കിലേക്ക്. ഡിസിഷൻ ലോജിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കോഡ് രൂപത്തിലുള്ള ഔട്ട്പുട്ടായിരിക്കും. അത് നമുക്ക് സീക്വൻസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ നിന്ന് നമുക്ക് കൺട്രോൾ ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യാം. ഈ കൺട്രോൾ ഔട്ട്പുട്ട് തിരിച്ച് ഫീഡ്ബാക്ക് ചെയ്യാൻ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് മെക്കാനിസവും നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. സോ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആർ ഫെഡ് ഇൻ ടു ദി ഡിസിഷൻ ലോജിക് വിച്ച് ദെൻ യൂസസ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ടു ഡിസൈഡ് ഓൺ ദി നെക്സ്റ്റ് സ്റ്റേറ്റ് ആക്ഷൻസ്. ദ സീക്വൻസ് രജിസ്റ്റർ സ്റ്റോർ ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ഫീഡ് ഇറ്റ് ടു ദി ഡീകോഡർ. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം 2 പാർട്ടുകളായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ ഡീകോഡർ ഇൻറ്റർപ്രറ്റ്സ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ജനറേറ്റ് ദി കൺട്രോൾ ഔട്ട്പുട്ട്സ് വിച്ച് ആർ ദി ആക്ഷൻസ് ടേക്കൺ ബൈ ദി സിസ്റ്റം. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്? അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഒരു സീക്വൻസ് രജിസ്റ്റർ ഡീകോഡർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്? ഏറ്റവും ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി തന്നെയാണ്. ദിസ് മെത്തേഡ് ഈസ് മോർ എഫിഷ്യൻറ്റ്. This method is more efficient than 1 flip-flop per state method because it requires fewer flip-flops to store the state information. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. സോ മോഡിഫൈയിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ആഡിങ് ന്യൂ സ്റ്റേറ്റ് ഈസ് ഈസിയർ. പുതിയ സ്റ്റേറ്റുകൾ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. മറ്റേ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പുതിയ സ്റ്റേറ്റുകൾ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും, ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി ഫോർ ലാർജർ സിസ്റ്റം. അപ്പോൾ ലാർജർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. ആസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഇൻക്രീസസ്, മാനേജിങ് ദ സിസ്റ്റം ബിക്കം മോർ കോംപ്ലക്സ്. ദ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മസ്റ്റ് ഹാൻഡിൽ ലാർജ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് വിച്ച് ക്യാൻ കോംപ്ലിക്കേറ്റ് ദ ഡിസൈൻ. ഇതാണ്. അപ്പോൾ ലാർജറായിട്ടുള്ള സിസ്റ്റംസിൽ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഡീകോഡറിൻ്റെ കോംപ്ലക്സിറ്റിയും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ ഡീകോഡർ ലോജിക് ക്യാൻ ബിക്കം ഡിഫിക്കൽട്ട് ടു മാനേജ് ലാർജ് സിസ്റ്റം വിത്ത് മെനി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതാണ് ശരിക്കും സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് കണ്ടീഷൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.